മണ്ണാർക്കാട് നിന്നും മറ്റൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നു, അരുണയൻ. അരുൺ, നമസ്കാരം. എന്താ സംഭവിച്ചത് അരുൺ? അറിഞ്ഞിട്ട് പോയത് മണ്ണാർക്കാട് ശ്രീകൃഷ്ണത്തിന്റെ ഇപ്പുറമുള്ള തോട്ടര IRDC എന്ന സ്ഥാപനത്തിലാണ് ഞാൻ പോയത്. അരുൺ എന്താ ചെയ്യുന്നത്? എന്താണ് കേട്ടില്ല. പ്രൊമോട്ടറാണോ? ഫോട്ടോഗ്രാഫർ. സോറി, ഫോട്ടോഗ്രാഫറാണ്. ശരി അരുൺ, അപ്പോൾ ഈ IRDC എന്ന സ്ഥാപനത്തിലേക്ക് പോകുന്നു. അതിനുശേഷം അതിന്റെ മെയിൻ ഉദ്യോഗസ്ഥനായ ഉണ്ണികൃഷ്ണൻ സാറ് പറയുണ്ടായത് എന്റെ അടുത്ത്. സ്ഥാപനത്തില് നരേന്ദ്രമോദിയുടെ ഒരു ഫോട്ടോയും ഇപ്പുറത്ത് CM പിണറായി വിജയൻ സാറിന്റെ ഒരു ഫോട്ടോയും വെച്ചിട്ടുണ്ടായിരുന്നു. ആരുടെ? ഇവരുടെ നോട്ടീസിലോ? അല്ല, അവിടെ ആ ഓഫീസിൽ ഇവര് രണ്ടുപേര് ഫോട്ടോ ചേർത്ത് വെച്ചിരുന്നു. കേന്ദ്രത്തിന്റെ പദ്ധതിയാണ് ഈ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി സബ്സിഡിയോട് കൂടി പകുതി വിലയ്ക്ക് സ്കൂട്ടർ, അത് കേരള ഗവൺമെന്റ് നടപ്പാക്കുകയാണെന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിശ്വസിപ്പിച്ചത്. ഈ ഉണ്ണികൃഷ്ണൻ വിശ്വസിപ്പിച്ചതോ? ഉണ്ണികൃഷ്ണൻ വിശ്വസിപ്പിച്ചത്. ഈ ഉണ്ണികൃഷ്ണനെ പരാതി കൊടുത്തിട്ടുണ്ടോ അരുൺ? പരാതി അവിടെ ശ്രീകൃഷ്ണപുരത്താണ് പരാതി കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. എല്ലാരും കൂടി പരാതി കൊടുക്കുമ്പോൾ ഉന്നയിക്കണം. കാര്യം സംസ്ഥാന സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും പേരുകൂടി വലിച്ചിടിച്ചാണ് ഈ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. ഞാനത് കൊടുത്തതും പിന്നെ അവിടെ ആദ്യത്തെ ഗഡുക്കളിൽ വന്ന വണ്ടികളൊക്കെ ഉദ്ഘാടനം ചെയ്യാനെത്തിയത് അവിടുത്തെ MLA ആയ പ്രേംകുമാർ സാറൊക്കെ ആണെന്നാണ് പറഞ്ഞത്. അത് അന്വേഷിച്ചു നോക്കുമ്പോ ശരി തന്നെയാണ്. പ്രേംകുമാർ അവിടെ വന്നിരുന്നു, ഒറ്റപ്പാലം MLA അല്ലേ? ഒറ്റപ്പാലം MLA ആദ്യം ഇതിന്റെ ഉദ്ഘാടനത്തിനായിട്ട് വണ്ടി കൊടുക്കാൻ, ആദ്യത്തെ ഗഡുകളിൽ വണ്ടി കൊടുക്കാനായിട്ട് അവിടെ ഒരു ക്ഷേത്രത്തിന്റെ മുമ്പിൽ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അവിടെ അവരൊക്കെ വന്നിട്ടാണ് ഇത്. അപ്പൊ നമ്മൾ അങ്ങനെയാണ് കരുതിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാനിത് പൈസ കൊടുത്തത്. കേന്ദ്രത്തിന്റെ പദ്ധതി കേരള ഗവൺമെന്റ് നടപ്പാക്കണമെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ 63,000 രൂപ. ഓക്കെ, 63,000 കൊടുത്തു. കൊടുക്കുന്നത് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണോ? ജൂലൈ 2-നാണ് ഞാൻ ഗൂഗിൾ പേ വഴി ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത്. ആ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള ഇത് കരിമ്പുഴയുള്ള ഇന്റർഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെന്റ് സെന്റർ IRDC എന്ന് പറയുന്ന കരിമ്പുഴ ബ്രാഞ്ചിലെ SBI അക്കൗണ്ടിലേക്കാണ് ഞാൻ ഈ പണം അയച്ചിരിക്കുന്നത്. മനസ്സിലായി. ജൂലൈ 2, 2024 4:01 PM ഞാൻ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത്. ജൂലൈ, ഓഗസ്റ്റ്, ഒക്ടോബറിന് മുമ്പ് തരാമെന്ന് പറഞ്ഞു അല്ലേ സ്കൂട്ടർ? 3 മാസം 3 മാസത്തേന് കാലാവധി. ഞങ്ങൾ ഒരു 4 മാസം, 1 മാസം കൂടി അഡീഷണൽ പറയുന്നുണ്ട്. അപ്പൊ ഒരു 4 മാസം നിങ്ങൾ കണക്കാക്കിക്കോളൂ എന്നാണ് പറഞ്ഞത്. ഓക്കെ, ശരി. ഈ 4 മാസം കഴിഞ്ഞിട്ട് വിളിക്കുമ്പോഴൊക്കെ അവർക്ക് ആദ്യത്തെ ഒരു താല്പര്യം ഇല്ലായ്മ തോന്നി. ഞങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്തു തരികയല്ല, ഞങ്ങൾക്ക് അവിടെ മുകളിലുണ്ട് എന്നൊക്കെയുള്ള ഒരു സംസാരമൊക്കെ വന്നിരുന്നു. ഈ ഉണ്ണികൃഷ്ണൻ സാർ എന്നോട് സംസാരിച്ചിരുന്നു. അരുൺ വിശ്വസിച്ചത് ആരെ കണ്ടിട്ടാണ്? ഉണ്ണികൃഷ്ണനെ നേരത്തെ അറിയാമായിരുന്നു അരുണിന്? ഞാനിത് കേരള ഗവൺമെന്റിന്റെ പദ്ധതി, കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതി കേരള ഗവൺമെന്റ് നടപ്പാക്കുന്നു എന്ന് ഉണ്ണികൃഷ്ണൻ പറഞ്ഞപ്പോൾ വിശ്വസിച്ചാണ് ഇത് കൊടുത്തത് അല്ലേ? വേറെ ആരെങ്കിലും അരുണിനോട് ഇത് റെക്കമെൻഡ് ചെയ്തിരുന്നോ? ഈ പദ്ധതിയിൽ അംഗമാകൂ, ഈ ലാഭം കിട്ടും, ഈ ചെറിയ നാട്ടിലൊക്കെ ഇങ്ങനെ എല്ലാരും പറയുന്നുണ്ടായിരുന്നു. കുറെ പേർക്ക് എന്റെ അമ്മയ്ക്ക് വണ്ടി കിട്ടിയിരുന്നു. അപ്പൊ നമ്മൾ ഇത് വിശ്വസിക്കുക, കേരള ഗവൺമെന്റിന്റെ പദ്ധതികൾ നടപ്പാക്കണോ, എല്ലാവർക്കും വണ്ടി കിട്ടണോ, അത് ഉദ്ഘാടനം ചെയ്യാൻ വരുന്നത് രാഷ്ട്രീയക്കാരായ MLA കൾ, ജനങ്ങൾ തെരഞ്ഞെടുത്ത MLA കൾ ചെയ്യുന്നു. ഒരു കാര്യം കൂടി അരുൺ, വേറെ ഏതെങ്കിലും പരിപാടിക്ക് പങ്കെടുക്കാൻ പോയിരുന്നോ? ഇവരുടെ ഏതെങ്കിലും സമ്മേളനങ്ങൾക്കോ മറ്റെന്തെങ്കിലും? ഇല്ല. അപ്പം കിട്ടുമെന്ന് പറഞ്ഞു. ഇപ്പൊ പരാതി കൊടുക്കാൻ പോവുകയാണ്. ഏകദേശം എത്രത്തോളം ആളുകൾ ഈ IRDC വഴി പറ്റിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് ഒരു കണക്കുകൂട്ടൽ പ്രാഥമികമായി? കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഒരു 300-ന്റെ മുകളിൽ പരാതികൾ. 300-ലധികം ആളുകൾ IRDC വഴി തന്നെ പൈസ കൊടുത്തിട്ടുണ്ടോ? 250 വണ്ടികൾ കിട്ടാനുണ്ടായിരുന്നു. IRDCക്ക് എന്തെങ്കിലും രജിസ്ട്രേഷനോ ഫെസിലിറ്റേഷൻ ചാർജോ ഉണ്ടോ? എന്ന് പറയുന്നത് ഒരു ചാരിറ്റബിൾ സംഘടനയാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അവരുമായിട്ട് ഇപ്പൊ ബന്ധപ്പെട്ടപ്പോ എന്താ പറയുന്നത്? ഓഫീസറുടെ പേർക്കാണ് ഇപ്പൊ പരാതികൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആ നമ്പർ സ്വിച്ച് ഓഫ് ആണ് ഇപ്പൊ. ഈ ഉണ്ണികൃഷ്ണന്റെ നമ്പർ സ്വിച്ച് ഓഫ് ആണോ? ആളിപ്പോ സ്ഥലത്തുമില്ല. വീട്ടിലേക്കൊക്കെ ഒരുപാട് പേര് പോകണുണ്ടെന്നുണ്ടെങ്കിലും ഒരു പോയിന്റ് കൂടി, ഈ വണ്ടി കിട്ടാത്ത ഒരു പരാതി പറഞ്ഞിട്ടും അവിടെ ചെന്ന് സംസാരിച്ചിട്ടൊക്കെ ഒരു ഗ്രൂപ്പില് ആളൊരു കംപ്ലൈന്റ് ഇട്ടിരുന്നു. ആ കംപ്ലൈന്റ് കൊടുത്തത് അദ്ദേഹം ഏത് ഓഫീസിലേക്കാണോ പൈസ കൊടുത്തത് അവരുടെ ഭാഗത്ത് വീഴ്ച പറ്റി എന്ന് പറഞ്ഞിട്ടല്ല അയാൾ പരാതി കൊടുക്കുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പോലീസ് സ്റ്റേഷനിൽ വണ്ടി
കിട്ടാൻ വൈകിയത് കൊണ്ട് എന്നെ ശല്യപ്പെടുത്തുന്നു എന്നുള്ള രീതിയിലാണ് പരാതി കൊടുത്തതെന്നാണ് എനിക്കറിയാം. നിങ്ങൾ പരാതി കൊടുത്താൽ മതി. ഇതിപ്പോൾ ഒരു വലിയ ക്രൈംബ്രാഞ്ചിലേക്ക് കേസ് പോകുമല്ലോ, ആ കേസൊന്നും നിൽക്കില്ല. അപ്പോൾ അരുൺ എന്തായാലും എല്ലാവരെയും സംഘടിപ്പിച്ച പരാതി കൊടുക്കുക. ഈ ഉണ്ണികൃഷ്ണൻ ഇപ്പം മുങ്ങിയിരിക്കുകയാണ്, ഒളിവിലാണ് അല്ലേ? ഓക്കെ അരുൺ, കാര്യങ്ങൾ മനസ്സിലായി. എന്തായാലും ഇതാണ് തട്ടിപ്പിൻ്റെ രീതി. താങ്ക് യു അരുൺ കാര്യങ്ങൾ വിശദമാക്കിയതിന്. ഇത് അരുണിനെ പോലെ തന്നെ പറ്റിക്കപ്പെട്ട 10-30,000 ആളുകൾ കേരളത്തിലുണ്ട്. പ്രാഥമികമായ കണക്ക് പ്രകാരം അതിലും കൂടുമെന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു ഇടത്ത് മാത്രം അരുൺ പറയുന്നത് പോലെ IRDC എന്ന് പറയുന്ന കരിമ്പുഴയിലെ ഒരു സ്ഥാപനത്തിൽ വഴി മാത്രം 300 പേരെയാണ് പറ്റിച്ചിരിക്കുന്നത്. കരിമ്പുഴയിൽ ഉണ്ണികൃഷ്ണൻ ഇപ്പോൾ ഫോൺ എടുക്കുന്നില്ല, ബന്ധപ്പെടുന്നില്ല എന്നാണ് ഇപ്പോൾ അരുൺ പറയുന്നത്. 300-ലധികം ആളുകളെ പറ്റിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, 300 പേർ 60,000 രൂപ വീതം എന്നുള്ളതാണ്. ഏകദേശം 1,80,00,000 രൂപയാണ് കരിമ്പുഴയിലെ IRDC എന്ന് പറയുന്ന സ്ഥാപനം തന്നെ പറ്റിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം ഈ പൈസയൊക്കെ എങ്ങനെ തിരിച്ചു കിട്ടുമെന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ സ്വത്തുവകകൾ വിറ്റാൽ അതിന് എത്ര കാലത്തെ നിയമപോരാട്ടത്തിനു ശേഷമാണ് എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. പക്ഷെ അപ്പോഴും ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം, എല്ലാ നേതാക്കളെയും മുന്നിൽ നിർത്തിക്കൊണ്ട് ഇതേപോലെ വിശ്വാസ്യതയുണ്ടാക്കി ഒരു വലിയ തട്ടിപ്പ് നടത്തിയ അനന്തകൃഷ്ണനെയും അനന്തകുമാറിനെയും, ഇതിൽ അനന്തകുമാറിനെ ഇനിയും എന്തുകൊണ്ടാണ് പോലീസ് കസ്റ്റഡിയിലെടുക്കാത്തത് എന്നുള്ളതാണ്. ആ ചോദ്യമാണ് ഈ ഘട്ടത്തിലും ബാക്കിയാവുന്നത്. ഒരു